ഒരു വരി ഞാൻ പറയാം, ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്കാം. ഇപ്രകാരം നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ധർമ്മചക്രത്തില്, ഇപ്രകാരം നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ധർമ്മചക്രത്തില് ധാർമ്മികമായിട്ട് നമ്മളും കറങ്ങിയില്ലെങ്കിൽ കാലചക്രം നമ്മളെ അടിച്ചു തെറിപ്പിക്കും. ധർമ്മചക്രത്തിൽ നമ്മൾ കറങ്ങിയില്ലെങ്കിൽ കാലചക്രം നമ്മളെ, ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി. അയാൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അതാണ് ആത്മസംതൃപ്തിക്ക് കാരണഭൂതമാകുന്നതും. അതായത് ധാർമ്മികമായിട്ടുള്ള ചക്രത്തില് തിരിയുവാൻ സ്വയം പഠിക്കുക. ബന്ധം നിലനിർത്തുമ്പോഴും ബന്ധനമില്ലാതെ കർമ്മനിരതനാകുവാൻ കർമ്മയോഗിക്ക് സാധിക്കുന്നു. അതുപോലെ അർജുന, നിനക്കും സാധിക്കണം. ജനകാദി മഹാരാജാക്കന്മാർ, ഇവിടെയാണ് ഒരു രാജാവിന്റെ പേരാണ് കൃഷ്ണൻ പറയുന്നത്, ജനകൻ. വേറെ ആരുടെയും പേര് കൃഷ്ണൻ പറയുന്നില്ല. ജനകാദയ ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹതി. ലോകസംഗ്രഹം, സ്വാഗതം പറഞ്ഞപ്പോ സാറ് പറയേണ്ടായി, ലോകസംഗ്രഹം ചെയ്യുമ്പോഴും ഭഗവത്ഗീതയിൽ നമുക്ക് പ്രായോഗികമായിട്ട് ജീവിക്കാൻ സാധിക്കും. ജനകാദി രാജാക്കന്മാർ പോലും രാജ്യഭരണം നടത്തിയത് ബന്ധം നിലനിർത്തി, ബന്ധനമില്ലാതെയാണ്. അതാണ് ശ്രേഷ്ഠന്മാരുടെ പന്ഥാവും. ഞാനും, അവിടെ ഞാൻ ആരാണ്? ശ്രീകൃഷ്ണനും പ്രകൃതിയും നിരന്തരം കർമ്മനിരതമാകുന്നത്. ശ്രീകൃഷ്ണൻ നിരന്തര കർമ്മനിരതനായിരുന്നു. ഒരു മിനിറ്റ് പോലും ശ്രീകൃഷ്ണൻ വിശ്രമിച്ചിട്ടില്ല. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, ചിരിക്കുകയും കരയുകയും പോയും ചെയ്യാത്ത 3 പേര്. ശ്രീകൃഷ്ണൻ ചിരിച്ചിട്ടുമില്ല, കരഞ്ഞിട്ടുമില്ല. വേദവ്യാസൻ ചിരിച്ചിട്ടുമില്ല, കരഞ്ഞിട്ടുമില്ല. ഡോക്ടർ മൻമോഹൻ സിംഗും ചിരിച്ചിട്ടുമില്ല, കരഞ്ഞിട്ടുമില്ല. ഈ 3 പേരും ചിരിച്ചിട്ടുമില്ല, കരഞ്ഞിട്ടുമില്ല. അപ്പോ ഇതെല്ലാം ചെയ്യുമ്പോഴും അവരുടേതായിട്ടുള്ള രീതിയിൽ. അപ്പോ ശ്രീകൃഷ്ണനും പ്രകൃതിയും നിരന്തരം കർമ്മനിരതമാകുന്നത് യജ്ഞഭാവത്തിലൂടെയുള്ള, ത്യാഗഭാവത്തിലൂടെയുള്ള, സമർപ്പണ ഭാവത്തിലൂടെയുള്ള കർമാനുഷ്ഠാനത്തിന് ഉത്തമ മാതൃകയാണ്. ഇനി ഒന്ന് സാധാരണക്കാർ കർമ്മം അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയായിരിക്കും കർമ്മയോഗിയും കർമ്മം അനുഷ്ഠിക്കുന്നത്. ഏറ്റവും നല്ലൊരു എക്സ്പ്ലനേഷനാ. എല്ലാവരും ചെയ്യുന്ന മാതിരി നിങ്ങൾ കർമ്മം ചെയ്തോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. വിഭവസമൃദ്ധമായ സദ്യ കൂട്ടിയിട്ട് ഊണ് കഴിച്ചോളൂ. വിഭവസമൃദ്ധമായ സദ്യ ഇല്ലെങ്കിൽ ഞാൻ ഊണ് കഴിക്കില്ല. ആ അപ്രോച്ച് പാടില്ല. അർത്ഥം മനസ്സിലായി? എന്ത് വേണമെങ്കിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാ, എന്ത് സ്വീകരിക്കാൻ തിരസ്കരിക്കാൻ തയ്യാറാ. അതില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അങ്ങനെയില്ല. അപ്പൊ സാധാരണക്കാര് പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ് കർമ്മയോഗിയും പ്രവർത്തിക്കുന്നത്. സാധാരണക്കാർ കർമ്മത്തിൽ ബന്ധനസ്ഥരാണെങ്കിൽ കർമ്മയോഗി അതിൽ ബന്ധിതനല്ല എന്ന വ്യത്യാസമേ ഉള്ളൂ. ഒരു ചെറിയ വ്യത്യാസം. ഇന്ന് വൈകുന്നേരം കഞ്ഞിയും പുഴുക്കുവാണ് സാറേ, മതി. ഇന്നലെ വൈകുന്നേരം പാലട പ്രഥമൻ ഉൾപ്പെടെ എല്ലാം ഉണ്ടായിരുന്നു, അതിനെന്താ കുഴപ്പം? അതും വേണമെന്നൊന്നുമില്ല, ഇതും വേണമെന്നൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ ഇന്നലത്തെ പാലട പ്രഥമൻ ഇന്നത്തേക്ക് കുറച്ച് എടുത്തു വെക്കായിരുന്നില്ലേ? പാർട്ടി മീറ്റിംഗ് ആണെങ്കിലും പാലട പ്രഥമൻ ആവാലോ. അത് അമ്പലപ്പുഴ പായസമാണെങ്കിൽ അതിഗംഭീരാണ്. അപ്പോ ആ അമ്പലപ്പുഴ പായസം വേണമെന്നുള്ളത് ബന്ധനം. അതൊന്നും ഇല്ലെങ്കിലും ചർച്ചയാണ്, അത് ബന്ധം. ഒന്ന് ബന്ധനം, ഒന്ന് ബന്ധം. അതുകൊണ്ട് നമ്മൾ കർമ്മയോഗികളാകണം. കർമ്മയോഗികളാണ്. മറ്റൊരു മാർഗമുള്ളത് കൂടുതൽ എളുപ്പം. ഒന്ന് കർമ്മയോഗികളാവാം. ഇനി അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരു മാർഗമുണ്ടെന്ന് കൃഷ്ണൻ പറയുന്നു. അത് കൂടുതൽ എളുപ്പമാണ്. നാം ചെയ്യുന്ന അഥവാ നമ്മൾ അനുഷ്ഠിക്കുന്നതായ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് അനുഷ്ഠിക്കാം. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിന. ഭക്ഷണത്തിന് മുമ്പ് ചൊല്ലുന്ന, എന്നാൽ നമ്മൾ ചൊല്ലാത്ത ഒരു മന്ത്രമാണ്. ശരിക്ക് ഊണ് കഴിക്കുന്നത് പോലും ബ്രഹ്മാർപ്പണമായി, ഈശ്വരാർപ്പണമായിട്ട് കഴിക്കുക, ഈശ്വരാർപ്പണമായിട്ട് അനുഷ്ഠിക്കുക. നമ്മൾ യമനിയമങ്ങളില് ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം
യമം അഹിംസ സത്യമസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം. 5 യമം യോഗചര്യയില്. നിയമം ശൗചം. ഞാൻ മുഴുവനും വിവരിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് വിവരിക്കാത്തത്. ശൗചം ക്ലീൻലിനെസ്, സന്തോഷം, ഹാപ്പിനെസ്. ശൗചം സന്തോഷം. സ്തപഃ ചെയ്യുന്ന പ്രവൃത്തി തപസ്സായിട്ട് ചെയ്യാം. സ്വാധ്യായം നിരന്തരം പഠിക്കുക. ഈശ്വര പ്രണിധാനം, ഏത് കർമ്മവും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം. അമ്പലത്തിൽ പോകുമ്പോ നമ്മൾ ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നത് സമർപ്പണ ഭാവമാണ്. നമ്മൾ അമ്പലത്തിൽ തിരി കൊടുക്കുന്നതും എണ്ണ കൊടുക്കുന്നതും പൂ കൊടുക്കുന്നതും നമസ്കരിക്കുന്നതും സമർപ്പണ ഭാവമാണ്. ഈശാവാസ്യം ഇതം സർവം, എല്ലാം ഈശ്വരന്റേതാണ്. അഗ്നിയില് ദ്രവ്യം ഹോമിക്കുമ്പോ ഒരു മന്ത്രമുണ്ട്. അഗ്നയേ സ്വാഹ അഗ്നയേ ഇതം നമമ, രാഷ്ട്രായ സ്വാഹ രാഷ്ട്രായ ഇതം നമമ, വൈശ്വാനരായ സ്വാഹ വൈശ്വാനരായ ഇതം നമമ. ഇതം നമമ, ദിസ് ഡസ് നോട്ട് ബിലോങ് ടു മീ. ഇത് എന്റേതല്ല, നിന്റേത് തന്നെയാണ്. നിന്റേത് ഞാൻ എടുത്ത് നിനക്ക് സമർപ്പിക്കും. അപ്പൊ എന്റേത് എന്ന ഭാവം അവിടെ ഇല്ലാതെയാവാനാണ് നമമ എന്ന് അർത്ഥം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പലരും പറയാറുണ്ട്. പക്ഷെ അർത്ഥം ഇതാണ്, ഇതെന്റേതല്ല, നിന്റേത് തന്നെയാണ്. ഈശ്വരാർപ്പണമായി, ഈശ്വര പ്രണിധാനം എന്ന് പറഞ്ഞാലും ഈശ്വരാർപ്പണമായിട്ട് യജ്ഞഭാവത്തിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഈശ്വരാർപ്പണമാണ് എന്ന് മനസ്സ് ചിന്തിച്ച് പലരും അടുത്ത പാരഗ്രാഫ്, പലരും വിവിധ തരത്തിലുള്ള നീചകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിലർ ചോദിക്കാറുണ്ട്. നല്ലൊരു ചോദ്യമാണ് ഈ ചോദ്യം. ഈ പാരഗ്രാഫ് നല്ലോണം പഠിക്കണം. സാറേ, എല്ലാവരിലും ഈശ്വരനുണ്ടെങ്കിൽ, എല്ലാവരും അഹം ബ്രഹ്മാസ്മി ആണെങ്കിൽ, അയാള് കൊലപാതകം ചെയ്തതും ഈശ്വരനല്ലേ അയാളെ കൊണ്ട് ചെയ്യിച്ചത്? അയാള് കട്ടതും ഈശ്വരനല്ലേ? ഒരു കള്ളന്റെ സ്വധർമ്മമേതാ? കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് സ്വധർമ്മം അനുഷ്ഠിക്കണം എന്നല്ലേ? അപ്പൊ ഒരു കള്ളന്റെ സ്വധർമ്മം എന്താ? കരിഞ്ചത്തക്കാരന്റെ സ്വധർമ്മം ഏതാ? അല്ലേ? സ്മഗ്ലർ കള്ളക്കടത്തുകാരന്റെ സ്വധർമ്മം ഏതാ? അപ്പൊ അവരത് ചെയ്താൽ എന്താ കുഴപ്പം? ഇതിനുള്ള ഉത്തരാണ്, നല്ല ഉത്തരാണ്, ലോജിക്കലായിട്ടുള്ള ഉത്തരാണ്. പലരും തിന്മകൾ ചെയ്യുന്നു. ഞാൻ തുടക്കത്തിൽ പറയേണ്ടായി, ധർമ്മവും അധർമ്മവും നന്മയും തിന്മയും എങ്ങനെയാ തിരിച്ചറിയാ? മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, സർവചരാചരങ്ങള്. സപ്തസ്വരം 7. മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, സർവചരാചരങ്ങൾക്കും ശാശ്വതമായ നന്മ വരുത്തുന്നതാണ് ധർമ്മം. ശാശ്വതമായ നന്മ വരുത്തുന്നതാണ് നന്മകളുടെ ലിസ്റ്റിൽപ്പെടുന്നത്. അതിന്റെ ഓപ്പോസിറ്റാണ് തിന്മകളും അധർമ്മവും. മനസ്സിലാവുന്നുണ്ട്? അതിന്റെ ഓപ്പോസിറ്റ്. മനസ്സിന് തിന്മ വരുത്തുക, ശരീരത്തിന് അനാരോഗ്യം വരുത്തുക, കുടുംബ ബന്ധം ഛിദ്രമാക്കുക, സംസ്കാരത്തിന് ചേരാത്തത് ചെയ്യുക, സമൂഹത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുക, രാഷ്ട്രത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക, സർവചരാചരങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുക. ഇതിലേതെങ്കിലും ചെയ്താലും അധർമ്മവും തിന്മയുമാണ് എന്ന് തിരിച്ചറിയാം. അപ്പൊ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നതിന് പകരം കൃഷ്ണൻ തന്നെ അർജുനന്റെ മനസ്സിലുള്ളത് എടുത്ത് അങ്ങോട്ട് പറയുകയാണ്. പലരും വിവിധ തരത്തിലുള്ള നീചകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഇത് കൃഷ്ണൻ തന്നെ അങ്ങോട്ട് പറയാ. ഇതിനെന്താ പറയാ? മുറത്തിൽ കേറി കൊത്ത, തോക്കിന്റെ ഉള്ളിൽ കേറി. ഇത് രണ്ടും ഇവിടെ ആവശ്യമാണ്. എന്താ അറിയോ? നീ വിചാരിക്കുന്നത് നീ മരത്തിൽ കാണുമ്പോ ഞാൻ മാനത്തിൽ കാണുന്നുണ്ട്. അർജുന, നീ ഞാൻ പറയുന്നത് നിന്റെ മനസ്സറിഞ്ഞുകൊണ്ടാണ്, നിന്നെ മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത് എന്നറിയാനാണ് കൃഷ്ണൻ അങ്ങോട്ട് കയറി അടിക്കുന്നത്. ചിലര് ചോദിക്കാറുണ്ട്. അതിന്റെ കാരണം നീചപ്രവൃത്തി ചെയ്യുന്നവരുടെ മനസ്സിലും ബുദ്ധിയിലും ഇന്ദ്രിയങ്ങളിലും, മനസ്സിലും ബുദ്ധിയിലും ഇന്ദ്രിയങ്ങളിലും ജന്മനാൽ തന്നെയുള്ളത് അമിതമായ ആഗ്രഹവും അമിതമായ വാശിയും. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേന മിഹ വൈരിണം. അത്യാഗ്രഹം ചിലരിലുണ്ട്, അമിതമായ വാശി ചിലരിലുണ്ട്. അത് ജന്മനാൽ അവരുടെ DNA-യിലുണ്ട് അർജുന. അതാണ് അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ ലോകത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നോക്ക,
ഒരു ഗാർഡായിട്ട് നിന്നവന്റെ മേത്ത് കയറിയിട്ട് കാറ് കൊണ്ടുപോയിട്ട് ഇടിക്കുക. ഇയാളെ എന്താ ചെയ്തത്? വല്ലതും ചെയ്തോ? അപ്പോ അയാൾക്ക് ജന്മനാൽ ഒരു പ്രത്യേക വാശിയാ. അത് ഈ സെക്യൂരിറ്റിക്കാരനോടുള്ള വാശിയല്ല, എന്തിനോടൊക്കെ ഉള്ള വാശി ഇയാളിൽ അങ്ങോട്ട് തീർത്തു. അത്യാഗ്രഹം. കാമയേഷ ക്രോധയേഷ, 2 വാക്കാ ഓർമ്മിക്കാനുള്ളത്. കാമം, അത്യാഗ്രഹം. ഇവിടെ ക്രോധം, വാശി. ദേഷ്യമല്ല, വാശി. ഇത് DNA-യിലുള്ളതാണ്. ചിലരിത് ചെയ്യാൻ കാരണം, എത്ര പേര് കളവിനും കള്ളത്തരത്തിനും പിടിച്ച് ജയിലിലിട്ട് 8 വർഷം തടവിന് വിധിച്ച് പുറത്തേക്ക് വിട്ടപ്പോ പിന്നെയും അവരത് തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ വാർത്ത. അപ്പൊ എന്താണ് അതെന്തുകൊണ്ട്? ആ ശിക്ഷ അനുഭവിച്ചിട്ടും DNA-യിലുള്ളത് പോയില്ല. അപ്പൊ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഭഗവത്ഗീതയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വരി ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അതായത് അതിന്റെ കാരണം, നീചപ്രവൃത്തി ചെയ്യുന്നവരുടെ മനസ്സിലും ബുദ്ധിയിലും ഇന്ദ്രിയങ്ങളിലും ജന്മനാൽ തന്നെയുള്ളത് അമിതമായ ആഗ്രഹവും അമിതമായ വാശിയും. അതായത് വാശി എന്നുള്ള സ്ഥാനത്ത് പകയും വിദ്വേഷവുമാണ്. ഈ വികാരങ്ങളാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഈ അത്യാഗ്രഹവും ക്രോധവുമാണ് മനുഷ്യനെ പാപകർമ്മത്തിലേക്ക് വലിച്ചിഴക്കുന്നത്. ഇത് രണ്ടും മനുഷ്യന്റെ വിവേകത്തെയും ബുദ്ധിയെയും ചിന്താശക്തിയെയും ചൈതന്യരഹിതമാക്കുന്നു. ഈ 2 ശത്രുക്കളെയും, കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ. മഹാശനം എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ദഹിപ്പിക്കാൻ കഴിവുള്ളത്. മഹാപാപ്മാ, മനുഷ്യനെ കൊണ്ട് പാപകർമ്മം ചെയ്യിക്കുന്നത്. വിദ്യേനമിഹ വൈരിണം. ശത്രുക്കളെ പോലെ അകത്തതുണ്ട്. അപ്പൊ അമ്പലത്തിൽ ചെന്ന് ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് എന്തിനറിയോ? ഈ അകത്തുള്ള 2 ശത്രുക്കളെ കളയാനാണ്. ഇപ്പൊ ഇതിനകത്ത് 3-4 പേര് ചിരിക്കുന്നുണ്ട്. എന്താ കാരണം അറിയോ? ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ 5-ാമത്തെ വരിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വരി പറയുകയുണ്ടായി. ഉദ്ധരേദാത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന. അവനവന്റെ ബന്ധു അവനവൻ തന്നെയാണ്, അവനവന്റെ ശത്രുവും. അപ്പൊ ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിയാ തൊലയണതാരാ? അത് ഓർത്തിട്ടായി ഇപ്പൊ 2-3 പേര് ചിരിച്ചത്. ഇപ്പൊ ഞാൻ നിന്ന് മാറ്റി പറഞ്ഞത് എന്താണ്? 3-ാമത്തെ അധ്യായത്തില് വളരെ ഭംഗിയായിട്ട് പറയുന്നു, മനുഷ്യ മനസ്സിനകത്തുള്ള ശത്രുക്കളെയാണ് ആദ്യം മാറ്റേണ്ടത്. അത് കാമവും ക്രോധവുമാണ്. നമ്മുടെ വീട്ടിൽ നോക്കിക്കോളൂ. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത്യാഗ്രഹം അല്ലെങ്കിൽ വാശി. ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഭർത്താവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, മന്ത്രിമാർക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഇത് രണ്ടുമാണ്. ഒന്ന് അത്യാഗ്രഹം, ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോളം ഉണ്ടാക്കുക, പിന്നെയും ഉണ്ടാക്കുക അത്യാഗ്രഹം. പിന്നെ ഓരോരുത്തരോടുമുള്ള വാശിയും പകയും. ഈ ഭാരതത്തിൽ ഇന്ന് ഇത് രണ്ടും മാറ്റിയാൽ ഭാരതത്തിലെ ഇനി ഒരു അവതാരം വരേണ്ടി വരില്ല. ഈ കാമവും അത്യാഗ്രഹവും ക്രോധവും ഒന്ന് മാറ്റിയാൽ സാധിക്കും. ഈ 2 ശത്രുക്കളും ആന്തരികമായി നിലനിൽക്കുന്നതിനാൽ നമ്മളിൽ തന്നെയുള്ള ശത്രുക്കളെ നിഗ്രഹിച്ച് നാം വിവേകികളായി തീരണം. അത്യാഗ്രഹം, ദ്വേഷം, ഇവ രണ്ടും നമ്മുടെ ബുദ്ധിയെയും വിവേകത്തെയും നശിപ്പിക്കുന്ന ശത്രുക്കളാണെന്ന് ഓർമ്മിച്ച് കർമ്മയോഗിയായി തീരാം. അതായത് മനസ്സിനകത്ത് നിഷ്കാമകർമ്മം എന്ന വാക്കിന്റെ അർത്ഥം ആഗ്രഹമില്ലാതെ കർമ്മം ചെയ്യുന്നു എന്നല്ല, അത്യാഗ്രഹമില്ലാതെ കർമ്മം ചെയ്യും. വ്യത്യാസം മനസ്സിലായി? അപ്പൊ നിഷ്കാമ കർമ്മത്തിന് അറ്റാച്ച്മെന്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നു എന്നല്ല അർത്ഥം, തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. അത്യാഗ്രഹം, ഇപ്പൊ എന്റെ വണ്ടി സ്കോർപിയോ വണ്ടിയില് പുറത്തു പോയിട്ട് 5 ലിറ്റർ ഡീസൽ ഒഴിച്ച് സ്വാമിയാർ മഠത്തിലെ ഹനുമാന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ വണ്ടിയിൽ 5 ലിറ്റർ ഡീസൽ ഒഴിച്ചിട്ടുണ്ട്, തിരുവനന്തപുരം വരെ ഒരു പ്രോബ്ലം ഇല്ലാതെ വണ്ടി എത്തണം എന്ന് പറഞ്ഞാൽ എത്തില്ല. എന്താ കാരണം? 5 ലിറ്ററേ ഒഴിച്ചിട്ടുള്ളൂ. 22 ലിറ്ററെങ്കിലും വേണം ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോവാൻ. അപ്പോ എന്റെ അത്യാഗ്രഹമാണ് 5 ലിറ്റർ കൊണ്ട് 22 ലിറ്റർ പോകുന്ന സ്ഥലത്തേക്ക്. അത് നമുക്ക് തന്നെ പ്രശ്നം. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, അതെടുക്കണ്ട. MLA ആയ ഉടനെ മുഖ്യമന്ത്രി ആവണം തോന്നിയാൽ അത്യാഗ്രഹമാണ്. അപ്പൊ ചില അത്യാഗ്രഹങ്ങള്
അമിതമായ ആഗ്രഹങ്ങൾ ഡിവോഷനോട് കൂടി ചെയ്യുന്നത് തെറ്റല്ല. പക്ഷേ ആ അമിതമായ ആഗ്രഹം അതിസൗന്ദര്യം സീതായാഹ അതിഗർവം രാവണസ്യ ച അതിദാനശീലം മഹാബല്യ അതിസർവത്ര വർജയത്. സീതയ്ക്ക് പ്രോബ്ലം ഉണ്ടായത് എപ്പോഴറിയോ? സീതയ്ക്ക് സൗന്ദര്യം കൂടിയതാണ് പ്രോബ്ലം ആയത്. രാവണന് അഹങ്കാരം കൂടിയതാണ് പ്രശ്നമായത്. മഹാബലിക്ക് ദാനശീലം കൂടിയതാണ് പ്രശ്നമുണ്ടായത്. അപ്പൊ അമിതമായിട്ടുള്ളതെല്ലാം ഒഴിവാക്കുക. വളരെ വ്യക്തമായിട്ട് നമ്മുടെ ബുദ്ധിയിലും ഇന്ദ്രിയങ്ങളിലും മനസ്സിലും അത്യാഗ്രഹവും വാശിയും പകയും ഒഴിവാക്കണം. ഇനിയുള്ളത് സിമ്പിൾ ആയിട്ടതാണ് ജ്ഞാന കർമ്മ സന്യാസയോഗം. ജ്ഞാനകർമ്മ സന്യാസയോഗ അന്തർഗതമായ അറിവ് അനവധി സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്നതാണ്. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുകയും അധർമ്മം വളരുകയും ചെയ്യുമ്പോഴും നന്മ ചെയ്യുന്നവരെ സംരക്ഷിക്കാനും തിന്മ ചെയ്യുന്നവരെ നിഗ്രഹിക്കാനും കാലം അതിൻ്റെതായ ഭാഗം അഭിനയിക്കുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ഞാൻ പറയണ്ടല്ലോ, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയട്ടെ. Whenever the system in equilibrium is disturbed, the system will adjust itself in such a way that effect of the disturbance will be nullified. ഇതിന് ലീ ഷാറ്റലിയർ പ്രിൻസിപ്പിൾ എന്നാ പറയാ. ഇത് കെമിസ്ട്രിയിലുള്ളതാണ്. അത് കാരണം നിങ്ങൾ കേട്ടിട്ടില്ല. സ്വാമിയാർ മഠത്തിൽ പറയേണ്ട വിഷയമല്ല. സന്തുലിതാവസ്ഥയിലിരിക്കുന്ന ഏത് സിസ്റ്റത്തിനും എവിടെയെങ്കിലും അപജയം സംഭവിക്കുമ്പോൾ, സന്തുലിതാവസ്ഥയിലുള്ള ഏത് സിസ്റ്റത്തിനും അപജയം സംഭവിക്കുമ്പോൾ ആ സിസ്റ്റം തന്നെത്താനെ അപജയത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും. ആലോചിച്ച് നോക്കാം. ഇപ്പൊ ഇസ്ലാമിക തീവ്രവാദം നിയന്ത്രിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് പോകുന്നു എന്ന് ചിലര് പറയുന്നു. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ബോംബ് ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങള്, പൊട്ടിക്കുന്നത് മുസ്ലിങ്ങള്, അത് വെക്കുന്നത് മോസ്കിന്റെ ഉള്ളില്, മരിക്കുന്നത് മുസ്ലിങ്ങള്, പിടിക്കുന്നത് പോലീസുകാര് മുസ്ലിങ്ങള്, അഡ്വക്കേറ്റ് മുസ്ലിം, ജഡ്ജി മുസ്ലിം, ഭരണാധികാരി മുസ്ലിം. എന്താ അതിന്റെ അർത്ഥം? ആരോ ഒരാൾ എന്നോട് ചോദിച്ചു, സാറിന്റെ അഭിപ്രായത്തില് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണോ? ഞാൻ പറഞ്ഞു, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. അർത്ഥം മനസ്സിലായില്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം. ഗാന്ധാരിയുടെ അടുത്ത് കൃഷ്ണൻ വന്ന് നിന്നപ്പോ ഗാന്ധാരി ദുഃഖത്തോടുകൂടി പറഞ്ഞു, കൃഷ്ണ, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും അറിയാവുന്ന നീയ്, ത്രികാലജ്ഞാനിയായ നീയ്, 101 മക്കളുള്ള ഞങ്ങൾക്ക് ഒരു മകനെയെങ്കിലും അന്ത്യത്തിൽ വെള്ളം തരാൻ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ കൊല്ലായിരുന്നില്ലേ കൃഷ്ണ? കൃഷ്ണൻ എന്താ മറുപടി പറഞ്ഞറിയോ? പാതിവൃത്യത്തിന്റെ പേരില് അമ്മ കണ്ണുകെട്ടി നടന്നപ്പോൾ മക്കളില് ദുർഗുണങ്ങൾ വളർന്നത് അമ്മയ്ക്ക് കാണാൻ പറ്റാതെ പോയി. അമ്മയുടെ മക്കളുടെ മരണത്തിന് കാരണം ഞാനല്ല, അമ്മ തന്നെയാ. ഭർത്താവിന് കാഴ്ചയില്ലാത്ത കുറവ് പരിഹരിച്ച് ഭാര്യ കണ്ണു തുറന്ന് ജീവിച്ചിരുന്നു എങ്കില് മക്കൾക്ക് ഈ ദുർഗതി വരുമായിരുന്നില്ല. പക്ഷെ അതൊന്നും ഗാന്ധാരി കേട്ടില്ല. വികാര തീവ്രമായി നെഞ്ചത്ത് കൈവച്ച് കൃഷ്ണനെ ഗാന്ധാരി ശപിച്ചു. എന്താ ശപിച്ചറിയോ? നിന്റെ കുലവും എന്റെ കുലത്തിലെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കള് തമ്മിൽ തല്ലി മരിച്ചതുപോലെ നിന്റെ കുലവും മരിക്കട്ടെ. കേട്ട ഉടനെ കൃഷ്ണൻ പറഞ്ഞ എന്താ അറിയോ? ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട് അമ്മേ. യാദവ കുലത്തിനും ആരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണന് ജന്മം നൽകിയ യാദവ കുലത്തെ പുറത്തു നിന്നൊരാൾക്ക് ഇല്ലാതെയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയുടെ ശാപം അനുഗ്രഹമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. അത് അകത്തു നിന്ന് തന്നെ ഇല്ലാതെയാണ്. അതാണ് ഇപ്പൊ മുസ്ലിങ്ങൾക്ക് സംഭവിക്കുന്നത്. എന്ത് പെർഫെക്റ്റാ നോക്ക. ലിബിയയിൽ കൊന്നു, നൈജീരിയയിൽ കൊന്നു, ഉക്രൈനിൽ കൊന്നു, പാകിസ്ഥാനിൽ പടക്കം പൊട്ടണമാതിരിയാ പൊട്ടുന്നത്. തൃശൂർ പൂരം മാതിരിയാണ്. അഫ്ഗാനിസ്ഥാനിലെ, ഇറാനിലെ, ഇറാഖിലെ 69 മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും സ്വസ്ഥതയുണ്ടോ? ഇല്ല. ഞാനൊരു മതത്തെ കുറിച്ച് പറയല്ല. എന്താ കാരണം? ഈ ഒരു തിന്മയുടെ ഭാവം അതങ്ങ് കേറി
പരിധിക്കപ്പുറം വരുമ്പോ പ്രകൃതി തീരുമാനിക്കും, പുറത്തുള്ള ഒരുവന് നിന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ നീ തന്നെത്താനെ അവസാനം കണ്ടെത്തുക. കൃഷ്ണൻ ലാസ്റ്റ് പറയുന്നത്, കാലം അതിന്റെ ഭാഗം അഭിനയിക്കുന്നു. പെട്ടെന്ന് കയറി വിഷയം കൃഷ്ണൻ മാറ്റുന്നു. എന്നെ ആരാധിക്കുന്നവർ എന്നിൽ എത്തിച്ചേരുന്നു. കർമ്മമാർഗമാണ് സാധാരണക്കാർക്ക് പ്രാപ്യമായ എളുപ്പവഴി. സിമ്പിൾ മലയാളമാണ്. എല്ലാവർക്കും എളുപ്പവഴി ജ്ഞാനയോഗമല്ല, കർമ്മയോഗമാണ് എളുപ്പവഴി. മാനവരാശി പോലും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. മാനവരാശി പോലും കർമ്മത്തിന്റെ അടിസ്ഥാനത്തില് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. പ്രകൃതി കർമ്മവുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നുമില്ല. കർമ്മങ്ങളൊന്നും മഹാചൈതന്യമായ ഈശ്വരനെ ബാധിക്കുന്നുമില്ല. ഋഷിവര്യന്മാർക്ക് കർമ്മവും അകർമ്മവും വികർമ്മവും വളരെ വ്യക്തമായിട്ട് അറിവുള്ളതാണ്. കർമ്മത്തിൽ കർമ്മരാഹിത്യത്തെയും കർമ്മരാഹിത്യത്തിൽ കർമ്മത്തെയും അനുഭവിക്കാൻ സാധിക്കുന്നവരാണ് യോഗികള്. നല്ല രീതിയിൽ ഉറങ്ങുന്ന ഒരാള്, അയാള് കർമ്മം ചെയ്യാണോ വെറുതെ ഇരിക്കുകയാണോ? യഥാർത്ഥത്തിൽ ദൂരെ നോക്കിയാൽ വെറുതെ അല്ല, ഉറങ്ങുന്നു, കർമ്മം ചെയ്യുന്നില്ല. അയാളുടെ ഹാർട്ടോ, അയാൾ കഴിച്ച ഭക്ഷണമോ, അയാളുടെ ബ്ലഡ് സർക്കുലേഷനോ, അയാളുടെ ബ്രെയിനോ 100% റിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് പറയും. അപ്പൊ തലയുടെ മുകളറ്റം മുതൽക്ക് കാലിന്റെ ചുവടറ്റം വരെ കർമ്മനിരതമായിക്കൊണ്ടിരിക്കുമ്പോഴും ആ വ്യക്തി സുഖമായിട്ട് ഉറങ്ങുന്നു. അപ്പൊ ഒന്നും ചെയ്യാതിരിക്കുന്ന അകർമ്മത്തിലും കർമ്മം ചെയ്യുന്നത് യോഗികൾക്ക് കാണാൻ സാധിക്കും. അയാൾ ഉറങ്ങുന്നതായിട്ടല്ല യോഗികൾ കാണുന്നത്. അയാളുടെ ശരീരം നിരന്തരം പ്രവർത്തിക്കുന്നു എന്ന കർമ്മത്തെ യോഗികൾക്ക് കാണാം. ഈ ഹാർട്ട് നിരന്തരം പ്രവർത്തിക്കുമ്പോഴും ആ ഹാർട്ട് വിചാരിക്കുന്നുണ്ടോ ഞാൻ പ്രവർത്തിക്കുകയാണെന്ന്? ഹാർട്ട് വിചാരിക്കുന്നില്ല. അത് 24 മണിക്കൂറും അതിന്റെ ജോലി സിമ്പിളായിട്ട് ചെയ്യുന്നു. രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, സോളാർ സിസ്റ്റം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആരും ഒരു ഭൂമിയും പറയുന്നില്ല നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയില് നമ്മൾ അനങ്ങാതിരിക്കുന്നു. നമുക്ക് ഒന്നും ഭൂമി കറങ്ങുന്നതായിട്ടേ നമുക്ക് തോന്നുന്നില്ല. കർമ്മത്തില് കർമ്മമില്ലായ്മയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഭൂമി കറങ്ങുമ്പോഴും കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നണില്ല. അകർമ്മത്തില് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയില് ശരീരം കർമ്മമുള്ളതായിട്ടും നമുക്ക് അനുഭവിക്കാം. നല്ല ഉദാഹരണങ്ങളാണ് ഇതൊക്കെ, വളരെ നല്ല ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് ഏറ്റവും അധികം ഓർമ്മിക്കാനുള്ളത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ ഈശ്വരനെ ബാധിക്കുന്നില്ല. ഈശ്വരൻ ജഡ്ജി അല്ല, ഈശ്വരൻ IG ഓഫ് പോലീസ് അല്ല, ഈശ്വരൻ പോലീസ് ഇൻസ്പെക്ടർ അല്ല, ഈശ്വരൻ അഡ്വക്കേറ്റ് അല്ല. ഈശ്വരൻ സാക്ഷി ഭാവത്തില് നിൽക്കുമ്പോൾ പ്രകൃതിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്മയുടെ ശിക്ഷ തരുന്നത് ഈശ്വരനല്ല, തിന്മയുടെ ശിക്ഷ തരുന്നത് പ്രകൃതിയാണ്. നന്മയുടെ രക്ഷ നൽകുന്നത് പ്രകൃതിയാണ്. അതുകൊണ്ടാണ് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ, അധർമ്മം വളരുമ്പോൾ ആ ധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മം സംരക്ഷിച്ച രീതി നോക്കുക. ഒസാമ ബിൻ ലാദനെ ഹുക്കിട്ടെടുത്ത് കടലിൽ മുക്കിക്കൊന്നു. ഈശ്വരനത് ചെയ്തേ. 5 നേരം നിസ്കരിക്കുന്ന ഖുർആൻ ബൈഹാർട്ട് പഠിച്ച പാർട്ടിയാണ് ഒസാമ ബിൻ ലാദൻ. ഗദ്ദാഫിയുടെ 40 വർഷം പ്രസിഡന്റ് ആയിട്ടുള്ള ആളെ പുറത്തേക്ക് വലിച്ചിട്ട് നെഞ്ചത്തെ കത്തി കുത്തിയിറക്കി ഇറച്ചിക്കടയിലിട്ടു ഗദ്ദാഫിയുടെ ശരീരം. സദ്ദാം ഹുസൈന്റെ കഴുത്തില് കയറിട്ട് തൂക്കി കൊന്നു. 2 വർഷം ജയിലിലിട്ടതിന് ശേഷം ആരിത് ചെയ്തു? ഈശ്വരനല്ല, പ്രകൃതി ചെയ്യിപ്പിച്ചതാണ്. പരിധിക്കപ്പുറം തിന്മ ചെയ്യുമ്പോൾ പ്രകൃതിക്ക് നിയന്ത്രിക്കാൻ അതിൻ്റെതായിട്ടുള്ള വഴിയുണ്ട്. എന്റെ ശരീരം അതിന്റെ കർമ്മം അനുഷ്ഠിക്കുന്നു എന്ന ഭാവത്തിൽ കർമ്മബന്ധിതരാകാതെ യോഗികൾ കർമ്മം അനുഷ്ഠിക്കുന്നു. എന്റെ ശരീരം അതിന്റെ കർമ്മം ചെയ്യുന്നു, എന്റെ കണ്ണുകള് അതിന്റെ കർമ്മം ചെയ്യുന്നു. അങ്ങനെയല്ലേ? താൻ അയാളെ കണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ ഉത്തരം പറയാ? ഞാൻ കണ്ടു, എന്റെ കണ്ണുകൾ അയാളെ കണ്ടു എന്ന് പറയാറുട്ടോ. താൻ ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ എന്റെ നാക്ക് ഊണ് കഴിച്ചു എന്ന് പറയാറുണ്ട്, എന്റെ വായ ഊണ് കഴിച്ചു എന്ന് പറയാറുണ്ട്. എന്റെ നാക്കിനെ, കണ്ണിനെ, മൂക്കിനെ, ചെവിയെ അതാതിന്റെ കർമ്മം ചെയ്യാൻ വിട്ടിട്ട് ഞാൻ ഈ ലോകത്തിൽ ബന്ധിതനാകാതെ ഇരിക്കുന്നു.
എന്റെ ശരീരം, ശരീരഭാഗങ്ങള് അതിൻ്റെതായ കർമ്മം അനുഷ്ഠിക്കുന്നു എന്ന വിഭാവത്തിലല്ല, ഒരക്ഷരത്തെറ്റുണ്ട്, എന്ന ഭാവത്തിൽ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് കർമ്മബന്ധിതരാകാതെ യോഗികൾ കർമ്മമനുഷ്ഠിക്കുന്നു. യാദൃച്ഛികമായി ലഭിക്കുന്ന പ്രതിഫലത്തിൽ അവർ സന്തുഷ്ടരായിത്തീരുന്നു. അതിന്റെ അർത്ഥം കർമ്മം ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് ചിലപ്പോ ചിലർക്ക് നല്ല രീതിയിലുള്ള ഫലം കിട്ടുന്നത്. അതും അവർ ആസ്വദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്നൊന്നുമില്ല, അതിനുവേണ്ടി കാത്തു നിൽക്കുന്നില്ല. വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. തിരുപ്പതിയില് ഡീലിറ്റ് മേടിച്ചിട്ട് ഞാൻ വരുന്ന വഴിക്ക് തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ പോയി ചോദിച്ചു, കോയമ്പത്തൂരിലേക്കോ കേരളത്തിലേക്കോ പോകുന്ന ബസ് ഉണ്ടോന്ന്. അയാൾ പറഞ്ഞു, വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പിന്നെ തിരുപ്പതിയിൽ നിന്ന് കേരളത്തിലേക്കോ കോയമ്പത്തൂരിലേക്കോ ബസ്സില്ല. ഞാൻ ചുമ്മാ അയാളോട് പറഞ്ഞു, ഞാനൊരു ബസ് ഇപ്പൊ വരുത്തട്ടെ എന്ന് ചോദിച്ചു, ചുമ്മാ തമാശന്. വൈകുന്നേരം 8 മണിയായി. അപ്പോൾ 6 മണി കഴിഞ്ഞാൽ അവസാനത്തെ ബസ്സും 6 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ബസ് വരുത്താ? താൻ ഇവിടെ ഇരുന്നോളാം, ഞാൻ കൈകെട്ടി നിൽക്കാന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു കോയമ്പത്തൂർ വണ്ടി വന്നു. അയാൾ ഞെട്ടിപ്പോയി. അയാൾ നേരെ തിരിച്ചു വന്ന് എന്റെ കാല് പിടിച്ചു. ഞാൻ ഏതോ സിദ്ധനാണ്. ഞാൻ സിദ്ധനല്ല, 6 മണിക്ക് പോവേണ്ട വണ്ടി പോയിട്ടില്ല, അതാ 8 മണിക്ക് വന്നേ. കോയമ്പത്തൂരിൽ നിന്ന് വരാൻ വൈകിയതാണ് 8 മണിക്ക് വന്നത്. ഞാൻ ചുമ്മാ പുളുവടിച്ചതാണ്, ഒരെണ്ണത്തിനെ വരുത്തട്ടെ, അത് വന്നു അവിടെ. അപ്പൊ യഥാർത്ഥത്തില് അപ്പൊ ആ 8 മണിക്ക് വണ്ടി കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയ സന്തോഷം ഇപ്പോഴും മറക്കാൻ സാധിക്കില്ല. ഇനി വണ്ടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ പോയിട്ട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കണം. അപ്പൊ എതിർച്ചയാ ചോപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനക്ഷത്രിയ പാർത്ത ലവന്തേ യുദ്ധമീദൃശം. യാദൃച്ഛികമായി കിട്ടുന്നതിനൊക്കെ സന്തോഷിക്കുക, കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാ. അങ്ങനെ ഒരു ജീവിതം നല്ല ജീവിതമായി തീരണം. അവർ എല്ലാം യോഗികള്, കർമ്മയോഗികളെല്ലാം ബ്രഹ്മണാർപ്പണമായി തന്നെ ചെയ്യുന്നു. ചിലർ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കർമ്മമനുഷ്ഠിക്കുന്നു, ചിലർ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കർമ്മമനുഷ്ഠിക്കുന്നു. മനസ്സിലായി? ഭരതം എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു, 4 ചുറ്റും തീയിട്ട മോഹൻലാല് ഒറ്റക്കാലിൽ നിന്ന് പഞ്ചാഗ്നി തപസ് എന്നൊരു സീനുണ്ട്. പഞ്ചാഗ്നി തപസ്, 4 ചുറ്റും തീയ്, നട്ടുച്ചയ്ക്ക് സൂര്യൻ മുകളിൽ, അതാണ് പഞ്ചാഗ്നി തപസ് എന്ന് പറയാം. ആ തപസ് ചെയ്യുമ്പോഴും ഈ ശരീരത്തിനെ ആ ചൂട് തളർത്തുന്നില്ല. അതൊരു ലെവലാ. ആ 4 ചുറ്റും കത്തിജ്വലിക്കുന്ന തീയ് പ്ലസ് മുകളിലെ സൂര്യൻ നമ്മുടെ ശരീരത്തെ തളർത്തുന്നു. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ചിലര് കർമ്മമനുഷ്ഠിക്കുന്നു, മറ്റു ചിലർ ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുന്നു, മറ്റു ചിലർ ആത്മസംയമനത്തിലൂടെ തപസ്സനുഷ്ഠിക്കുന്ന കർമ്മം ചെയ്യുന്നു. പല യോഗികൾ പല വിധ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നു. ചിലര് തപസ് യജ്ഞം, തപോയജ്ഞം, ചിലര് യോഗ അഷ്ടാംഗ യോഗത്തിലൂടെ യോഗയജ്ഞം നടത്തുന്നു. ചിലര് നിരന്തരം പഠിക്കുന്ന യജ്ഞം ചെയ്യുന്നു. ചിലര് ദ്രവ്യങ്ങൾ അഗ്നിയിൽ ഹോമിച്ച് യജ്ഞം നടത്തുന്നു. ചിലര് ഭൂമി ദാനം ചെയ്ത്, ചിലര് രക്തദാനം ചെയ്ത്, ചിലര് അവയവദാനം ചെയ്ത്, ചിലര് നേത്രദാനം ചെയ്ത്, ചിലര് വസ്ത്രദാനം ചെയ്ത്, ചിലര് അന്നദാനം ചെയ്ത്, എല്ലാവരും യജ്ഞഭാവത്തില് കർമ്മം ചെയ്യുന്നു. ചെയ്യണം. പ്രകൃതി അത് നിരന്തരം ചെയ്യുന്നുണ്ട്. സൂര്യൻ പ്രകാശവും ചൂടും തരുമ്പോ സൂര്യൻ ഒരിക്കലും പറയാറില്ല ഇത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണ്. എല്ലാവർക്കും കൂടിയാ സൂര്യൻ വെളിച്ചവും ചൂടും തരുന്നത്. മഴ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാ. ചെടികൾ ഓക്സിജൻ ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും വേണ്ടിയാ. ചെടികള് പഴങ്ങൾ ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും വേണ്ടിയാ ചെടികൾ ഫ്രൂട്ട്സ് ഉണ്ടാക്കുക. അത് നിഷ്കർഷിക്കാറില്ല ഇത് ഒരു വിഭാഗത്തിന് വേണ്ടിയാണ്. അപ്പോ യജ്ഞഭാവത്തിൽ കർമ്മം ചെയ്യുമ്പോ അത് യോഗയായാലും തപസ്സായാലും പഠിക്കുകയാണെങ്കിലും ദാനമാണെങ്കിലും യാഗമാണെങ്കിലും ശരി, എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ചെയ്യുന്നതിനോടുള്ള നമ്മുടെ മനോഭാവമാണ് അതിനെ യജ്ഞഭാവമാക്കുന്നത്. ചെയ്യുന്നതിനോടുള്ള നമ്മുടെ ഭാവമാണ് യജ്ഞഭാവം ആക്കുന്നത്. അപ്പൊ യജ്ഞഭാവം മനസ്സിൻ്റെതാണ്, യജ്ഞം ചെയ്യുന്നത് ശരീരത്തിൻ്റെതാണെങ്കിലും ആ യജ്ഞഭാവമാണ് അമ്മ മക്കളെ വളർത്തുന്നത്. ഒരമ്മയും മക്കൾക്ക് വേണ്ടി എത്ര സമയം ചെലവഴിച്ചു, എത്ര സമ്പത്ത് ചെലവഴിച്ചു, എത്ര ഊർജം ചെലവഴിച്ചു എന്ന് എഴുതി വെക്കാറില്ല. കാരണം
അതൊന്നും അമ്മയ്ക്ക് പ്രശ്നമല്ല. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, ആ മക്കളുടെ ചിരി കാണുമ്പോ, ആ മക്കള് വളരുന്നത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് അമ്മയുടെ സന്തോഷം. അച്ഛൻ അത്രയും സന്തോഷം ഇല്ല. അപ്പൊ അച്ഛൻ കുട്ടിക്ക് ടോയ്ലറ്റിന് പോവരുതെന്ന അച്ഛന്റെ പ്രാർത്ഥന. അമ്മ അങ്ങനെയല്ല. ഒരു ദിവസം പോയില്ലെങ്കിൽ അമ്മയ്ക്ക് ടെൻഷനാ. ഇന്നലെ പുറത്തേക്ക് പോയിട്ടില്ല ആ കുട്ടി. അമ്മയുടെ അച്ഛന്റെ മനോഭാവം ഇതിൽ ക്ലിയറാ. ഈ കുട്ടി പുറത്തേക്ക് പോയാൽ കുട്ടിയെ ഇങ്ങനെ തന്നെ വലിച്ചെറിച്ചിട്ട് അമ്മയുടെ കൊണ്ടുപോയി, അത് പുറത്തേക്ക് പോയി, നീ പിടിച്ചോന്ന് പറഞ്ഞിട്ട്. അമ്മയ്ക്കത് പ്രശ്നമല്ല. അമ്മയ്ക്ക് ഈ കുട്ടി മൂത്രമൊഴിച്ചാലും പ്രശ്നമല്ല, ടോയ്ലറ്റിന് പോയാലും പ്രശ്നമല്ല, ഒന്നും അമ്മയ്ക്ക് പ്രശ്നമല്ല. കാരണം അമ്മയുടെ ഭാവമാണ് യജ്ഞഭാവം, അച്ഛൻ്റെതല്ല. അതിന്റെ അർത്ഥം അച്ഛന്മാരൊക്കെ അങ്ങനെയാണെന്നല്ല, അവർ കുറെ കൂടി വേറൊരു വേൾഡിലാണ്. അതുകൊണ്ട് ഇന്നും മനസ്സിൽ തോന്നാറുണ്ട്, അച്ഛനേക്കാൾ ശ്രേഷ്ഠത്വം അമ്മയ്ക്ക്, ഭർത്താവിനേക്കാൾ മഹത്വം ഭാര്യയ്ക്ക്, സഹോദരനേക്കാൾ മഹത്വം സഹോദരിക്ക്, മകനേക്കാൾ മഹത്വം മകൾക്ക്. ആ സ്ത്രീ എന്നും ത്യാഗഭാവത്തിലാണ് നിൽക്കുക. അവരുടെ യജ്ഞമാണ് ത്യാഗഭാവത്തോടുകൂടി യജ്ഞം. എല്ലാ കർമ്മവും ജ്ഞാനത്തിൽ പര്യവസാനിക്കുന്നു. ശരിയല്ലേ? ഒരാൾ 2 വർഷം എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്താൽ അയാൾ പോകുമ്പോൾ അയാളുടെ കയ്യിൽ എന്താ കൊടുക്കുക? എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലേ കൊടുക്കുക? ഏത് വർക്കും അവസാനിക്കുന്നത് ജ്ഞാനത്തിലാണ്. ഇയാൾ 2 വർഷം ഇവിടെ വർക്ക് ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ്, നോളജ് സർട്ടിഫിക്കറ്റ്, ജ്ഞാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് ജ്ഞാനികളിൽ നിന്നും സാധാരണക്കാർ ജ്ഞാനം സമ്പാദിക്കണം. ഈ അറിവിലൂടെ തന്നെ എല്ലാവിധ പാപത്തിൽ നിന്നും മോചനം നേടാനാകും. എല്ലാവിധ കർമ്മത്തിന്റെയും പരിസമാപ്തി ജ്ഞാനത്തിലാണ്. എല്ലാവിധത്തിലുള്ള നോളജ്, എല്ലാവിധത്തിലുള്ള വർക്കും എക്സ്പീരിയൻസ് എന്ന നോളജില് അവസാനിക്കുന്നു. എല്ലാ വർക്കുകളും എക്സ്പീരിയൻസ് എന്ന നോളജില് അവസാനിക്കുന്നു. ആ വരി മറക്കരുത്. എല്ലാവർക്കും എക്സ്പീരിയൻസ് എന്ന നോളജില് അവസാനിക്കും. എല്ലാ കർമ്മയോഗവും ജ്ഞാനയോഗം അതില് അവസാനിക്കുന്നു. അതുകൊണ്ട് അർജുന, ജ്ഞാനയോഗവും കർമ്മയോഗവും രണ്ടല്ല, ഒന്നിന്റെ കോംപ്ലിമെന്ററിയാണ് മറ്റൊന്ന്. അതുകൊണ്ട് ജ്ഞാനത്തിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. ഭക്തിയും ചെന്നെത്തേണ്ടത് ജ്ഞാനത്തിലാണ്, കർമ്മവും ചെന്നെത്തേണ്ടത് ജ്ഞാനത്തിലാണ്, ജ്ഞാനവും ചെന്നെത്തേണ്ടത് ജ്ഞാനത്തിലാണ്. അതിനാൽ ശ്രേഷ്ഠമായൊരു അതിന്റെ മുകളത്ത് അത് ശ്രദ്ധയിലൂടെ ശാന്തി ലക്ഷ്യം വെച്ച് നേടണം. അശാന്തസ്യ കുതസുഖം. എപ്പോഴും നമുക്ക് സമാധാനം, ശാന്തി ഉണ്ടാവണം. അതാണ് ജീവിതം. പ്രസാദേ സർവദുഃഖാനാം ശാന്തിരസ്യോപജായതേ. സന്തോഷകരമായ ഒരു ജീവിതത്തില് മാത്രമേ ശാന്തി ഉണ്ടാവുള്ളൂ. അപ്പോ എന്നും സന്തോഷിക്കാൻ പഠിക്കണം, ചിരിക്കാൻ പഠിക്കണം. മലയാളികൾ ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വിഷമറിയോ? കൂടുതൽ ചിരിച്ചാ കരയുന്നാട്ടോ പറഞ്ഞിരിക്കണേ. എവിടെയാ പറഞ്ഞിരിക്കുന്നത്? കൂടുതൽ ചിരിച്ചാ കരയുന്ന ഒരു പുസ്തകം കാണിച്ചു തരും. വെറുതെ നമ്മൾ പറയാം, ഒന്നേ ഉള്ളെങ്കിൽ ഒലക്ക കൊണ്ട് തല്ലണമെന്ന്. തല്ലിയ പോലീസ് സ്റ്റേഷനിൽ പുറത്തേക്ക് വരില്ല. ഒരുമ ഉണ്ടെങ്കിൽ ഒലക്ക മേലും കിടക്കാം. ഞാനൊരു ഒലക്ക തരട്ടെ എന്ന് കിടന്ന് കാണിച്ചു തരുമോ? ഈ പഴയത് പറയുന്നത് അതേപോലെ ഒന്നും എടുക്കല്ലേ. കൂടുതൽ ചിരിച്ചാൽ കരയൊന്നും ഇല്ല. ഒന്ന് ചിരിക്കാൻ പഠിക്കണം. ഒരു സ്ത്രീ രാവിലെ 8:30 മണിക്ക് എന്നെ വിളിച്ചു, എനിക്ക് ഭയങ്കര ടെൻഷനാ ഗോപാലേഷ. ഉടനെ ഞാൻ പറഞ്ഞു, നല്ല ടെൻഷനുണ്ടോ? നല്ല ടെൻഷനുണ്ട്. ദുഃഖമുണ്ടോ? നല്ല ദുഃഖമുണ്ട്. അപ്പൊ നന്ദനം എന്ന സിനിമയിലെ കുമ്പിടിയെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞു. അപ്പൊ അവര് പെട്ടെന്ന് ചിരിച്ചു. ഇനി അതും പറ്റിയില്ലെങ്കിൽ തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയില് മോഹൻലാലിനെ പിടിച്ച് മരത്തിൽ കെട്ടിയിടുമ്പോ അങ്ങേര് എന്തൊക്കെയോ പറയാനുണ്ട്, അതൊന്ന് പറഞ്ഞു പഠിക്കാം. ചിരിക്കാൻ ഇത്രയും അധികം ഈ ലോകത്തിലുള്ളപ്പോ എന്തിനാ വെറുതെ ചീഞ്ഞ തണ്ണീർമത്തന്മാതിരി മുഖം വെച്ചുകൊണ്ട് നടക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ ഉമ്മൻചാണ്ടി അനുഭവിക്കുന്നതിന്റെ 100% ടെൻഷൻ നിങ്ങൾക്കുണ്ടോ? അങ്ങേരിപ്പോഴും വിളക്കെത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു കുഴപ്പം അങ്ങേർക്കില്ല. ഞാൻ ചിലപ്പോ വിചാരിക്കാറുണ്ട്, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചു കൊടുത്ത കാലത്ത് ഇങ്ങേരെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ പകുതി ഉപദേശിച്ചു കൊടുത്തിട്ട് പകുതി ഇയാളോട് ഉപദേശിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ ലെവൽ എത്തിയിട്ടുണ്ട്. അങ്ങേർക്ക് എത്രയാ മാതൃഭൂമി പേപ്പർ നോക്കിയാൽ ഒരു 6 ഉദ്ഘാടനമെങ്കിലും അങ്ങേര് നടത്തുന്നുണ്ട്. അങ്ങേർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഈ പത്രമാധ്യമങ്ങൾക്കാണ് പ്രശ്നം മുഴുവനും. ഒന്ന് ആലോചിച്ച് നോക്കാം. എത്രയൊക്കെ ചിരിക്കാനും സന്തോഷിക്കാനും ലോകത്തിലുള്ളപ്പോ ചിരിക്കാൻ പഠിക്കണം, ചിരിപ്പിക്കാനും പഠിക്കണം.
അപ്പോ എല്ലാത്തിനെയും സംശയിക്കുന്നവർ സർവനാശത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു.